ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നൊരു ഡെസ്ക് ഓർഗനൈസറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുമല്ലേ, നമുക്ക് പെന്നും പെൻസിലൊക്കെ ഒന്ന് അടുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. സോ അപ്പോൾ നമ്മൾ ഇന്നലെ ക്ലീൻ ചെയ്ത ഡെസ്ക് കാണിച്ചു തരാം. എന്താണ് അത്യാവശ്യം അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നു. നമുക്ക് ഭാവിയിൽ ഒരു മേക്ക് ഓവർ കൊടുക്കണം. ക്യാമറ കൊണ്ട് പൊക്കത്ത് കൊണ്ട് വെച്ചിട്ട് ഞാൻ താഴെ ഇരുന്ന് എത്തിക്കുത്തി നിൽക്കുകയാണ്. സോ കലണ്ടർ ബോറിംഗ് ആണ്, നമുക്കതെടുത്ത് മാറ്റാം. സോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഓൾറെഡി പോയി ഗൈസ്. ഓക്കെ, നമുക്ക് ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് എന്താ പറയുക, ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. അത് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് എവിടേക്കോ പോയി കണ്ടുപിടിച്ച സാധനമാണ് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ്. ഇത് എവിടുന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എപ്പോഴും ഓർഡർ ചെയ്തതാണ്. ആ കണ്ടുപിടിച്ചതിൻ്റെ സന്തോഷമാണ് ആ സൈഡിൽ ഇമോജി ആയിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. സോ ആരാ മനസ്സിലായില്ല. സോ ഞാൻ സൈഡിൽ ആ ഒരു സ്ഥലം മാറ്റി, ബിക്കോസ് അവിടെ എന്താ പറയുക ലൈറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഫസ്റ്റ് കാർഡ്ബോർഡ് എടുത്തിട്ട് ഞാൻ എന്തായി കാണിക്കുന്നത് എനിക്കറിയത്തില്ല. സോ ഞാനാണെങ്കിൽ കട്ട് ചെയ്യണം. നമുക്ക് ആ 4 പീസ് പീസ് കളയല്ല, അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. നമുക്കത് ആ ഒരു കമ്പാർട്ട്മെൻ്റായിട്ട് എന്താ പറയുക മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ അതൊക്കെ നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് ആ ഒരു ബോക്സ് പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്യണം. സോ അതുകൊണ്ട് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാനൊരു ഐഡിയ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, A4 സൈസ് പേപ്പർ ആണെങ്കിൽ നമുക്ക് ഞാൻ ഗ്രിഡ് ലൈൻ വെച്ചിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. സോ ഫ്രണ്ടും ആ സൈഡും മാത്രം, ബാക്കി ആരും കാണുന്നില്ലല്ലോ. സോ സോറി, അവിടെ ഒരു സൗണ്ട് കേട്ടപ്പോൾ അങ്ങോട്ട് നോക്കിയതാണ്. സോ അതുകൊണ്ട് ഞാൻ സാധാരണ നോട്ട്ബുക്കിന് പേപ്പർ എടുത്തിട്ട് അതിൽ ഗ്രിഡ് ലൈൻസ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് സിമ്പിളാണല്ലോ. എന്നിട്ട് നമുക്ക് അവിടെ ഗ്രിഡ് എന്താ പറയുക പേപ്പർ ഗ്രിഡ് എന്ന് എഴുതിയിട്ടുള്ള അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ നടുക്കത്തെ ഷീറ്റ് മാത്രം നമുക്ക് പറയാം. സോ കട്ടിങ് ഇൻറ്റു സ്മോൾ പീസസ്. സോ അപ്പോൾ നമ്മളത് സെറ്റാക്കി നമുക്ക് ഗ്രിഡ് ലൈൻസ് വരച്ച് കൊടുക്കാം. സോ ഗൈസ്, ഈ ചിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഗ്രിഡ് ലൈൻ കണ്ട് ഞാൻ ചിരിച്ചാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സോ ഓക്കെ, ഞാൻ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം ഞാൻ അത് ഒട്ടിച്ചു കൊടുത്തു. സോ അപ്പോൾ അവിടെ ഭയങ്കര പ്ലെയിനായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു കവായി സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ആ സൈഡൂടെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. സോ അപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ട് കാണാം. ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് കവായി സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യുവാണ് ഇനി അടുത്തത്. ഏതെടുക്കും? ഐസ്ക്രീം എടുത്താലോ? ഞാൻ വിചാരിച്ചു ഒരു ഐസ്ക്രീം വാനിൻ്റെ ഒരു പിക്ചറുണ്ട്, അതും ഒരു ഐസ്ക്രീം എടുക്കാമെന്ന്. സോ അപ്പം ഇതാണ് കേട്ടോ. ഞാൻ ആ ക്ലിപ്പ് കട്ട് ചെയ്തു. സോ അപ്പോൾ ഇതാണ് ഞാൻ ഒട്ടിച്ച എന്താ പറയുക സ്റ്റിക്കർ വന്നിട്ട്. സോ ഇനി നമ്മൾ കമ്പാർട്ട്മെൻറ്റ്സ് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അത് നമ്മുടെ ഡബ്ബ എടുത്തു. പിന്നെ കുറച്ച് പരിമിതികളുണ്ട്. നമ്മുടെ ഫോൺ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ അത് പൊങ്ങത്തില്ല, അതിന് സ്ക്രൂ ഇളകിപ്പോയി. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്കി കാണത്തില്ല, കുറച്ചേ കാണത്തുള്ളൂ. സോ അതൊരു വലിയ കഷ്ണം എടുത്തിട്ട് അതിന് ഇതുപോലെ ആക്കിയിട്ട് ഇത് ഒന്ന് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അയ്യോ ഓക്കെ. സോ ഗൈസ്, ഇപ്പം ഞാൻ പറയുന്നത് കുറച്ച് പരിമിതികളുണ്ട്, ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് നമുക്ക് വേണമെങ്കിൽ ആ ഒട്ടിക്കുന്ന ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാമായിരുന്നു, ആ കമ്പാർട്ട്മെൻ്റായിട്ട് തിരിക്കുന്ന സ്ഥലം. പക്ഷെ എനിക്ക് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഫൈനലി എല്ലാം സെറ്റാക്കി. കുറച്ച് വളവും തിരിവുണ്ട്, അത് നമുക്കിപ്പോൾ ശരിയാക്കി തരാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുത്തത്. ഗ്ലൂ ഉണ്ടെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിക്കാം. സോ അപ്പം ഇത്രയുള്ള വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.